ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട ഭീകരൻ ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവനായിട്ടുള്ള മസൂദ് അസർ ആയിരുന്നു. മസൂദ് അസറിൻ്റെ കുടുംബത്തെ സമ്പൂർണ്ണമായി ചുട്ട് ചാമ്പലാക്കിയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മുന്നോട്ട് പോയത്. ഇതേ തുടർന്ന് 14 കോടി രൂപ നഷ്ടപരിഹാരമാണ് ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റീസ് നേരിട്ട ഭീകരൻ എന്ന നിലയിൽ മസൂദ് അസറിന് പാകിസ്ഥാൻ സർക്കാർ കൊടുത്തത്. അവിടെ കാഷ്വാലിറ്റീസ് നേരിടുന്ന ഭീകരന്മാർക്കൊക്കെ ഇവർ ഈ പൈസ കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഈ വലിയ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് ദുരിതാശ്വാസം കൊടുക്കുന്നത് പോലെയാണ് ഭീകരന്മാർക്ക് പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നത്, ദുരിതാശ്വാസം കൊടുക്കുന്നത്. എന്തായിരുന്നാലും ഇത്ര മിസൈൽ വീണതല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര പൈസ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത്. ഇപ്പോഴിതാ മസൂദ് അസറിൻ്റെ സഹോദരി ഒരു പുതിയ വനിതാ മുന്നണി തുടങ്ങിയിരിക്കുന്നു, ഒരു വനിതാ തീവ്രവാദ മുന്നണി തുടങ്ങിയിരിക്കുന്നു എന്നറിയാൻ സാധിക്കുന്നു. ഇന്ത്യയെ ലക്ഷ്യം വെച്ചത് മൂവ് ചെയ്യുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദിൽ ഇവർ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ കനത്ത തിരിച്ചടി നേരിട്ട ഈ പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ഭീകര സംഘടനയായിട്ടുള്ള JM അവരുടെ പ്രവർത്തന ചട്ടക്കൂടിൽ തന്ത്രപരമായിട്ടുള്ള മാറ്റത്തിൻ്റെ സൂചന വരുത്തുന്നു. ആദ്യത്തെ വനിതാ വിഭാഗം അവർ നിർമ്മിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മസൂദ് അസറിൻ്റെ നേതൃത്വത്തിലുള്ള ഭീകര സംഘടന സ്ത്രീകളെ ആയുധധാരികളോ യുദ്ധരംഗത്തോ പങ്കെടുപ്പിക്കുന്നതിൽ നിന്ന് പരമ്പരാഗതമായി വിലക്കിയിരുന്നു. ബുധനാഴ്ച ജമാഅത്ത് ഉൽ മോമിനാത്ത് രൂപീകരണം പ്രഖ്യാപിച്ചു. ബഹവൽപൂരിലെ മർക്കസ് ഉസ്മാനോ അലിയിൽ നിന്നാണ് റിക്രൂട്ട്മെൻറ്റ് ആരംഭിച്ചത് എന്ന് വൃത്തങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. ഇന്ത്യ ഉൾപ്പെടെ ജെയ്ഷെ മുഹമ്മദിൻ്റെ സാന്നിധ്യം പുനരുജ്ജീവിപ്പിക്കുക, സ്ത്രീകളെ അവരുടെ ഭീകര പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തുക എന്നിവയാണ് ഈ സംരംഭത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്നാണ് അറിയാനും സാധിക്കുന്നത്. സ്രോതസ്സുകൾ പ്രകാരം ഈ വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത് മസൂദ് അസറിൻ്റെ സഹോദരി സാദിയ അസർ ആയിരിക്കും. ഓപ്പറേഷൻ സിന്ദൂറിനിടെ മർക്കസിലെ സുബാനല്ലയുടെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനത്ത് ഇന്ത്യ വ്യോമാക്രമണത്തിൽ ഇവരുടെ ഭർത്താവ് യൂസഫ് അസർ കൊല്ലപ്പെട്ടു എന്നുള്ളതും മറ്റൊരു വാർത്തയാണ്. ജെയ്ഷെ മുഹമ്മദ് കമാൻഡർമാരുടെ ഭാര്യമാരെയും ബഹാവൽപൂർ, കറാച്ചി, മുസാഫറാബാദ്, കോട്ട്ലി, ഹരിപ്പൂർ, മൻസഹറ എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങളിൽ പഠിക്കുന്ന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകളെയും ഈ സംഘടനയിലേക്ക് ആകർഷിക്കാനുള്ള നീക്കവും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.